സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി ശ്രദ്ധേയനായ അഭിഭാഷകനാണ് BA ആളൂർ. ഗോവിന്ദചാമിയെ പോലെയുള്ള കൊടും കുറ്റവാളികളെ രക്ഷിക്കാനിറങ്ങിയ ആളൂർ ഒടുവിലൊരു ലൈംഗിക അതിക്രമ കേസിൽ തന്നെ പെട്ടു. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ച് അപമാനിച്ചുവെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. പിന്നാലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച ആളൂരിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെയും തടഞ്ഞു. ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് അഡ്വക്കേറ്റ് ആളൂരിന്റെ വിശദീകരണം. വസ്തുസംബന്ധമായ കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിലാണ് അഡ്വക്കേറ്റ് BA ആളൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് കേസ്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ച് അപമാനിച്ചുവെന്നാണ് പരാതി. ഒരു കേസിന്റെ ആവശ്യത്തിന് ആളൂരിന്റെ ഓഫീസിൽ പോയപ്പോഴായിരുന്നു സംഭവം. സ്ഥലം സംബന്ധമായ കേസാണിത്. അതിന് ആളൂർ 7 ലക്ഷം രൂപയാണ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതെന്ന് യുവതി പറഞ്ഞു. 5 ലക്ഷം രൂപ നേരത്തെ കൊടുത്തു. ജഡ്ജിക്കും കമ്മീഷണർക്കും കൈക്കൂലി വാങ്ങാനെന്ന പേരിലാണ് പണം വാങ്ങിയത്. കഴിഞ്ഞ ദിവസം വീണ്ടും 2 ലക്ഷം രൂപ ചോദിച്ചു. പണമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫീസ് വേണ്ട, ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഒട്ടുമിക്ക ക്ലയൻസും ഇതേപോലെ കോംപ്രമൈസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് തോളിൽ പിടിച്ചുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഫീസ് സംബന്ധമായിട്ടുള്ള യാതൊരുവിധ തർക്കങ്ങളും അദ്ദേഹമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഫീസ് കാര്യങ്ങളെല്ലാം ആദ്യമേ തന്നെ ഞാൻ സെറ്റിൽ ചെയ്തിരുന്നതാണ്. അന്നേ ദിവസം നമ്മൾ ഫീസ് സംബന്ധമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തർക്കവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അധികമായിട്ടുള്ള പണം അദ്ദേഹം ആവശ്യപ്പെട്ട സമയത്ത് ഞാനിപ്പം എനിക്ക് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫീസൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ എല്ലാ കേസും ഞാൻ വാദിച്ചു തരാം, ഞാൻ മറ്റു ക്ലയൻസിനും അതുപോലെ ചെയ്തു കൊടുക്കാറുണ്ട്, എന്നോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വസ്ത്രത്തിനകത്തുകൂടി കൈയിട്ടപ്പോൾ ആളൂരിനെതിരെ താൻ പ്രതികരിച്ചുവെന്ന് യുവതി പറയുന്നു. പിന്നീട് അവിടെ നിന്നിറങ്ങി സെൻട്രൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. യുവതി ബാർ കൗൺസിലിലും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ആളൂരിന്റെ വിശദീകരണം. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ച ആളൂരിന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെയും തടഞ്ഞിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി.